ചേച്ചി അനിയത്തെ ഓവർടേക്ക് ചെയ്തോന്ന് എല്ലാവരും പറയും. ചേച്ചിക്ക് അറിയാലോ എന്റെ കാര്യം. എങ്കിലും അവന്തികേട്ടത്തിക്ക് ഒരു കുഞ്ഞാവുന്നതിന് മുൻപ് ചേച്ചിക്ക് ആവായിരുന്നു. അങ്ങനെ ഒരു മത്സരത്തിന് പറ്റുന്ന കാര്യമല്ലല്ലോ മോളെ ഇത്. തീരുമാനങ്ങളും സമയവും വിധിയും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴല്ലേ അതൊക്കെ നടക്കൂ. ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കണമെന്നില്ല. എന്താണ് എന്റെ ഏട്ടത്തിമാരൊരു ചർച്ച? എന്തോ സീരിയസ് ആയ കാര്യമെന്ന് മനസ്സിലായി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സിക്സ്ത് സെൻസ്. എനിക്കതിനുള്ള കഴിവുണ്ട്. അത് പറയാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല. സത്യം പറയും. നീ ചേച്ചിയുടെ മുഖം കണ്ടല്ലേ ഞങ്ങൾ എന്തോ സീരിയസ് കാര്യം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അല്ലേ? ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കാര്യം പറയും. വിലയേറിയ അഭിപ്രായങ്ങളെ ഞാനും കൂടെ രേഖപ്പെടുത്തട്ടെ. സച്ചേട്ടനും അച്ചേച്ചിക്കും ഒരു കുഞ്ഞ് എത്രയും വേഗം വേണോന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ സോറി, എനിക്കതിലൊന്നും പറയാനില്ല. ഇവരോട് രണ്ടുപേരോട് ഞാനത് പറഞ്ഞു മടുത്തു. ഇനി ഞാൻ കെട്ടിയൊരു കുട്ടിയായാലും ഇവരതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ദേ കേട്ടല്ലോ ചേച്ചി, ഈ പരാതി നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് സച്ചേട്ടനോട് സംസാരിച്ച് ഒരു കുഞ്ഞ് വേണോന്നുള്ള തീരുമാനത്തിലെത്തണം. ഇപ്പൊ ആതിരേട്ടത്തിയുടെ സീമന്തവും അവന്തികേട്ടത്തി ഗർഭിണിയായതിന്റെ ആഘോഷമൊക്കെ നടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ ശേഷം അർച്ചനേട്ടത്തിക്കും സച്ചേട്ടനും കുഞ്ഞുണ്ടാവുമ്പോ അത് നമുക്ക് ഇതിനേക്കാളൊക്കെ ആഘോഷമാക്കണം. അതെ, അന്ന് ആ ആഘോഷത്തിന് ഞാനും എന്റെ കുഞ്ഞും ഉണ്ടാവും. ഇനി ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്, കേട്ടല്ലോ? വാ. ചെറുപ്പത്തിലെ നിനക്ക് കുറുമ്പും കുസൃതിയൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. എങ്കിലും പഠിക്കാൻ ആളും എടുക്കണമായിരുന്നല്ലോ. എന്തായാലും വിളിച്ചതിന് മാഷ് സന്തോഷമുണ്ട് പ്രവീണെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ശരി മോനെ. അപ്പോൾ നീ ഇടയ്ക്കൊക്കെ വിളിക്കേ. ശരി മോനെ. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനാ. അവന് സെക്രട്ടേറിയറ്റ് ജോലി ശരിയായെന്ന് പറയാൻ വിളിച്ചതാ. തന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നു? കാര്യം പറ കമലേ. മീര വിളിച്ചിരുന്നു. അതിനെന്താ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അത് നമ്മളെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് മാഷെ. എന്താ കമലേ? ഇന്ന് അച്ഛന് കുഞ്ഞുങ്ങളുണ്ടാവാൻ താമസിക്കുന്ന കാര്യം പറഞ്ഞ് അവന്തിക നമ്മുടെ അച്ഛപ്പോളെ കളിയാക്കി സംസാരിച്ചു എന്ന്.